ഈ ഡോക്ടറെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മോണയായിരുന്നു നമുക്ക്. അതെന്ന് വെച്ചാൽ മോണരോഗം വന്നിട്ടും എല്ലുകൾ താഴ്ന്നിട്ടും എന്ന് വെച്ചാൽ മോണയ്ക്ക് വീക്കം വരും. ആദ്യത്തെ സ്റ്റേജിൽ അങ്ങനെ വരും. പിന്നെ അതിനുശേഷം എല്ലിന് ഷാക്ക് സാർ മെഡിക്കൽ ഓഫീസർ ഒക്കെ നല്ല മെഡിക്കൽ ഓഫീസറാണ്. മെഡിക്കൽ ഓഫീസും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ HI സാർ അവർ ഭയങ്കര സ്പെഷ്യൽ എനിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ സാറാണ്. അവരുടെ അതിൽ നല്ല ഡോക്ടേഴ്സ് അവിടെ ഉള്ളത്. അവിടെ ഇപ്പോഴുള്ള ഐശ്വര്യ ഡോക്ടർ ഒക്കെ അടിപൊളിയായിട്ട് നല്ല എല്ലാവരും നല്ല സ്നേഹം തരുന്ന ഒരു ഇതാണ്. നേരത്തെ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഡോക്ടറുടെ വന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടറെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡോക്ടർ കരുവഞ്ചാലി വന്നപ്പോൾ എന്നെ വിളിച്ചിങ്ങനെ ഞാൻ കരുവഞ്ചാലി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഡോക്ടറുടെ വന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യം വർത്താനൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഡോക്ടർ ഒരു ഹായ് പറഞ്ഞോളൂ. പേര് ശരത് എന്നാണ്. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ദന്തിസ്റ്റായിട്ട്. ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഡോക്ടറെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരു ഡോക്ടറെ കാണാനാണ് പോയത്. എനിക്ക് വയ്യായികളോ നിങ്ങൾക്ക് അറിയാലോ അന്ന്. അപ്പോൾ ചെല്ലുമ്പോൾ ഉണ്ട് ദന്ത ഡോക്ടറിനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പല്ലിന് പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോകണമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് നേരെ ഡോക്ടറുടെ തിരക്കും കുറവായതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് കയറി. ആദ്യമേ തന്നെ പല്ലിന്റെ ആളുകൾ കുറവാണേ, അതുകൊണ്ട് എല്ലാവർക്കും പനിയൊക്കെ അല്ലേ അല്ലേ, എല്ലാവരുടെയും പനിയും തിരക്കുകളായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടപ്പോ നല്ലൊരു ഡോക്ടർ ഇരുത്തിക്കൊണ്ട് മുഖസ്തുതി ഒന്നും പറയുമല്ല കേട്ടോ. ഇത് സത്യമായിട്ടും വളരെ നല്ല കുഞ്ഞി പിള്ളേരോട് പറയും പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരുന്നത്. ചുരുക്കം ചിലര് അങ്ങനെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എന്നിട്ട് ഓരോരുത്തർ ചോദിക്കുന്നതെന്ന് വെച്ചാല് ഞാനെന്തോ ചേച്ചിന്റെ അടുത്ത് നേരത്തെ പരിചയപ്പെട്ടു, നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങനെയാണോ എന്നൊരു സംശയം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ അതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് എനിക്കും ആഗ്രഹമായിരുന്നു. എനിക്കിപ്പോ നിലവിൽ എന്റെ മൈക്ക് ഇല്ല, എന്റെ മൈക്ക് കംപ്ലൈന്റ് ആണ്. മൈക്ക് വാങ്ങണം. അപ്പൊ ഞാനേ എനിക്ക് തോന്നി ഇവരോടും കൂടെ പറഞ്ഞു കൊടുക്കാൻ. ഡോക്ടറുടെ വീട് ആലപ്പുഴയില്ലേ? ആലപ്പുഴ. ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛൻ, അമ്മ, പിന്നെ ചേട്ടൻ, ചേച്ചിയുടെ 2 മക്കള്, 2 ഇരട്ട കുട്ടികളുണ്ട്. അങ്ങനെ അമ്മ എന്തായിരുന്നു ജോലി? അമ്മ ഞങ്ങളൊക്കെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയല്ലേ. ഞാൻ പിന്നെ അതല്ലേ ജോലി. ഡോക്ടറോ വല്ലോ ആയിരുന്നോ? ഇനി അച്ഛന് എക്സ് സർവീസ്മെൻ പട്ടാളത്തിലായിരുന്നു. റിട്ടയർഡായി. നല്ല രീതി കേട്ടോ. സാധാരണ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചിലരുണ്ട് നല്ല, എനിക്ക് പറയാൻ പറ്റുന്ന വേറെ എനിക്കറിയാവുന്ന 2-3 ഞങ്ങൾക്കൊരു മോഹൻകുമാർ ഡോക്ടർ, എങ്ങാനും ഡോക്ടർ കേട്ടാലോ, ഒത്തിരി സഹായം എന്ന് വെച്ചാൽ നല്ലൊരു ഡോക്ടർ മോഹൻകുമാർ എന്ന് പറഞ്ഞിട്ട് ENT ഡോക്ടറായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബാലൻ ഡോക്ടർ ഉണ്ടായിരുന്നു, കുടിയാമല മുമ്പ് ഇരുന്നതാണ്. അതൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ട് അവരെ കുറിച്ചൊക്കെ. പിന്നെ എൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു ഡോക്ടർ, ഗോവിന്ദൻ ഡോക്ടർ, പയ്യന്നൂർ ഹോസ്പിറ്റലിലായിരുന്നു. നല്ല ഡോക്ടറാണ് കേട്ടോ. അങ്ങനെ ചുരുക്കം ചിലരെ കുറിച്ച് നമുക്ക് നല്ലത് പറയാനുണ്ട് ഒത്തിരി. അതെല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയാണല്ലോ അല്ലേ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയാണ്. ഇനി പോലീസ് ആണെങ്കിലും പിന്നെന്താ ഡോക്ടർ ആണെങ്കിലും ഏത് ജോലിയാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ ആണെന്നല്ല, ഓഫീസ് പ്രത്യേകിച്ച് ഗവൺമെന്റ് കാര്യങ്ങൾ കുറ്റം പറയും എല്ലാവരും. നല്ലതാണെ പോലും. കൊടുവള്ളിയിൽ ഞാൻ പോകുമ്പോഴത്തേനും ഈ പ്രദേശത്തുള്ള ചിലർ പറഞ്ഞു വേറെ പണിയൊന്നും ഇല്ല, എന്തിനാ കൊടുവള്ളി പോകുന്നത്, വേറെ വല്ലയിടത്തും വേറെ ഡോക്ടറെ പോയി കാണുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും വിശ്വാസം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഡോക്ടർമാരെ നന്നായി പഠിച്ചിട്ടാണ്, കൈക്കൂലി കൊടുത്തിട്ടല്ലല്ലോ കയറുന്നത്. നന്നായി പഠിച്ചേ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് അവർ ആവശ്യത്തിൽ ഇല്ലാതെ മരുന്ന് എഴുതി തരില്ല. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗവൺമെന്റ്. എനിക്കൊന്ന് മരുന്ന് കഴിക്കാൻ മടിയാണ്, അതിന്റെ കൂടെ വളരെ കുറച്ച് മരുന്ന് ഇവർ തരുള്ളൂ. അതൊക്കെയാണ് കാര്യങ്ങൾ. ഡോക്ടറും എനിക്ക് മരുന്ന് എഴുതി തന്നിട്ടില്ല കേട്ടോ. ഞാൻ ഡോക്ടർ ഇപ്പോൾ ഇവിടെ ഒടുവിളിയിൽ ജോലി ചെയ്യുന്നില്ലേ, എങ്ങനെയുണ്ട്? ഒടുവിളിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒടുവിളി ആശുപത്രി ജീവനക്കാരെ കുറിച്ചൊക്കെ. ഒടുവിളിയില് ഈ പദവി വെച്ച് നോക്കാൻ പറ്റില്ല, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഒരു കുടുംബത്തെ പോലെ തന്നെ. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഷാക്ക് സാർ, മെഡിക്കൽ ഓഫീസർ ഒക്കെ നല്ല മെഡിക്കൽ ഓഫീസറാണ്. ഇതിന് മുമ്പിരുന്ന മെഡിക്കൽ ഓഫീസറും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ HI സാർ അവർ ഭയങ്കര സ്പെഷ്യൽ എനിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ സാറാണ്. അവർ രണ്ടുപേരും രഞ്ജിത് സാറും പിന്നെ ജെയിംസ് സാറ്, പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളും എനിക്ക് ഭയങ്കര കാര്യമാണ്. അതിൻ്റെ അതിൽ നല്ല ഡോക്ടേഴ്സ് അവിടെ ഉള്ളത്. അവിടെ ഇപ്പോഴുള്ള ഐശ്വര്യ ഡോക്ടർ ഒക്കെ അടിപൊളി നന്നായിട്ട് നല്ല, പിന്നെ അവിടുത്തെ എല്ലാവരും നല്ല സ്നേഹം തരുന്ന ഒരു ഇതാണ്. അത് നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, നല്ല ഡോക്ടേഴ്സാണ്. അപ്പൊ അങ്ങനെ ഞാൻ റിസൾട്ട് കാണിക്കാൻ ചെന്നപ്പോ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു, പേരറിയില്ല. ഞാൻ ഈ സാധാരണ പിള്ളേരോടൊക്കെ പറയേ ഈ ഡോക്ടർ പഠിക്കുമ്പോൾ MBBS പഠിക്കുന്നതെന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറയും ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലൊരു ചിരിച്ച് പേഷ്യന്റിനോട് ഇടപെടണം. നല്ല രീതിയിൽ നിങ്ങളുടെ ചിരി കണ്ടാൽ തന്നെ ഡോക്ടർമാര് അല്ല പേഷ്യന്റിന് അസുഖം മാറണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് അങ്ങനെയാണ് നമ്മളൊക്കെ പേഷ്യന്റ് ആയിട്ട് ചെല്ലുമ്പോൾ അങ്ങനെയാണ് നമുക്ക് നല്ല ഇടപെടൽ. അതാണ് ഈ ഡോക്ടറെ എനിക്ക് കൂടുതൽ നല്ല ചിരിച്ച് വളരെ സൗമ്യതയോടെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. നേഴ്സുമാരായാലും അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ അത് പറയാറുണ്ട്. ഡോക്ടറുടെ അനുഭവത്തിൽ ഡോക്ടർ എങ്ങനെയാണ് ശരിക്കും പഠിച്ചപ്പോഴും എല്ലാ
പഠിച്ചപ്പോഴല്ല, പഠിച്ചപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ കോട്ടാതെ വെക്കാൻ മറ്റേതൊക്കെ ആയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. നമ്മള് സോഫ്റ്റ് സ്കിൽ എന്നല്ല, അത് നമ്മുടെ ഒരു ബിഹേവിയർ, നമ്മൾ വളർന്നു വന്ന സാഹചര്യം, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കാൻ എന്നുള്ളത്. ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളൊരു പുഞ്ചിരിയോടുകൂടി സംസാരിക്കാം. എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മളെ രോഗിക്ക് ഒരു ഡോക്ടറെ കാണുമ്പോൾ പകുതി രോഗം മാറാം. അങ്ങനെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ചാല് അവരത്രയും കൺസേൺഡ് ആയിട്ടായിരിക്കും വരുന്നത്. അവരുടെ പരാതി നമ്മൾ അത്രയും കേൾക്കുക, സഹോദരപൂർവ്വം കേൾക്കുക. കേട്ടതിന് ശേഷം നമുക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പക്ഷെ അതൊരു സഹാനുഭൂതിയോട് കൂടി വേണം. അപ്പൊ ആ ഇമോഷൻസ് ആണ് ഇതിൽ ഉള്ളത്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇമോഷൻസ് ആണ് അവർ പറയുന്നത്. വേദനയെക്കാട്ടിൽ വേദന എന്ന് പറയുന്നത് എല്ലാം അത് തന്നെ. അപ്പോ അങ്ങനെ ഞാൻ നോക്കാറ്. ആൾക്കാർക്ക് മാക്സിമം അവരെ സന്തോഷിപ്പിക്കലാണല്ലോ, ചിരി കൊടുക്കലാണ് ഡോക്ടർ. ഡെന്റൽ ഡോക്ടറിന്റെ ഏറ്റവും വലിയ പ്രധാനത. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ പക്ഷെ ഞങ്ങളുണ്ടല്ലോ, നമ്മളൊരു ചിരി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിൽ സമൂഹം, പിന്നെ രാഷ്ട്രീയം എല്ലാം വരും. ഒരാൾക്ക് ഇപ്പൊ ഒരു വിഷമം വരാന് എന്ത് പെട്ടെന്ന് വരും. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എന്റെ വീട്ടിൽ നിന്നുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒക്കെ വിഷമം തന്നതോ, അത് നമ്മളെ പലരും വിഷമിപ്പിക്കാനുണ്ടാവും. ഈ വിഷമങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ആ ഓഫീസിലോട്ട് അല്ലെങ്കിൽ അവിടെ വരുന്നത്. പിന്നെ നമ്മൾ കാണിക്കാതെ അവരോട് അത്രയും ഇതായിട്ട് പെരുമാറണം. അത് ഇത്തിരി നല്ല പാടാം. അപ്പൊ അത് നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ കടിച്ചു പിടിച്ചിട്ട്, കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും. പക്ഷെ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മൾ മാക്സിമം നമ്മളതൊക്കെ മറക്കണം. അതാണ് ഒരു ഡോക്ടറിന് വേണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല പറയാനായിട്ട്. അല്ല, അതാണല്ലേ ശരിക്കും നമ്മൾ ഏത് ജോലിക്കാരാണേലും അവര് ചില സമയത്ത് നമ്മളിങ്ങനെ പറയാം, അവര് വല്ലാണ്ട് നമ്മളോട് മോശമായിട്ട് ഇടപെട്ടു, അല്ലെങ്കിൽ അവര് ഈ പറഞ്ഞതുപോലെ ദേഷ്യപ്പെട്ടു, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അവരുടെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള അവര് മനുഷ്യരല്ലേ അല്ലേ? അപ്പൊ അതിന്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങൾ അവര് സഹിച്ചായിരിക്കും വരുന്നത്. പിന്നെ എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും മനുഷ്യർക്ക് ഇപ്പൊ എനിക്കാണെങ്കിൽ നാളെ തെറ്റ് പറ്റാം. പക്ഷെ നമ്മൾ മാക്സിമം ഉദ്ദേശിക്കേണ്ട വെറുപ്പ് വെക്കാതിരിക്കാം. വെറുപ്പ് മനസ്സിലുണ്ടെങ്കിൽ അതേ നമ്മുടെ മനസ്സിൽ പോകുള്ളൂ. മാക്സിമം നമ്മള് വെറുപ്പ് മാറ്റി നമുക്ക് സ്നേഹമുള്ളവരോടും നമ്മൾ സന്തോഷമുള്ളവരോടും നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓവറോൾ ആയിട്ട് സന്തോഷം നമുക്ക് വരും. അപ്പോൾ അങ്ങനെ നമ്മള് ശ്രദ്ധിക്കുക. നമുക്ക് അത്യന്തികമായിട്ട് എന്താ വേണ്ടത്? സന്തോഷം, സമാധാനം. സന്തോഷത്തെക്കാട്ടി കൂടുതൽ സമാധാനം വേണം. അല്ല, ഇത് നമ്മൾ തന്നെയാണ് കുറെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലെ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെന്തുണ്ടെന്ന് പറഞ്ഞാലും അല്ലെ, നമുക്കൊരു വിഷമം വന്നാലും ആ സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ? അവര് പറയും, ആരെങ്കിലും ഒക്കെ നിന്നിട്ട് പറയുമല്ലോ അങ്ങനെ വിഷമിക്കില്ലേ അങ്ങനെ, എന്നാലും നമ്മൾ സ്വയം അത് തീരുമാനം അല്ലെ, നമ്മളേ ഉള്ളൂ അല്ലെ? അതാണ് കറക്റ്റ്. നമുക്ക് നമ്മളെ ഉള്ളൂ. അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം വിഷമം നമ്മളിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വിഷമത്തിന്റെ വ്യാപ്തി നമുക്കേ അറിയുള്ളൂ, എത്രമാത്രം ഘനം ഉണ്ടാവും. അത് ഒരാളോട് പറഞ്ഞാലും അവർക്ക് അത്രയും കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവർ ആ വിഷമത്തിൽ കൂടെ പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിലൂടെ ഒരു സഹാനുഭൂതി ഉണ്ടാവും. പക്ഷെ ഇത് ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പല്ലുവേദന വന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വേദന നമ്മൾ മനസ്സിലാക്കണം, ഉള്ളിലെടുത്തിട്ട് നമ്മൾ സംസാരിക്കണം. ഡോക്ടർക്ക് പല്ലുവേദന വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു രോഗി വേദന, എനിക്ക് ഇത്ര വേദന എന്ന് പറയുമ്പോൾ ആ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതെ, നമുക്ക് ആ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാകത്തില്ല. ഇല്ലല്ലോ. നമ്മൾ എത്ര ആഴത്തിൽ പോയാലും ഒരാളുടെ മനസ്സിന്റെ അത്രയും വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കില്ല. അല്ല, ഈ പല്ലുവേദനയുടെ തന്നെ ഞാൻ ചോദിക്കും, പല്ലിന്റെ തന്നെ ഡോക്ടർ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഇത്ര കാര്യങ്ങൾ പഠിക്കില്ല. അതിനകത്തിന് ഉണ്ട് ഓരോരോ ഇത് പറയും, എത്ര വ്യാപ്തിയിലുള്ള പെയിനാന്നൊക്കെയുള്ള നമ്മൾ പഠിക്കും. പക്ഷെ അങ്ങനെയുള്ള പഠിച്ചുള്ള അറിയുള്ളൂ. അത് അല്ലാതെയുള്ള നമുക്കൊരിക്കലും വേദന ഓരോരുത്തർക്കും ഡിഫറെന്റ്. ചിലര് കടിച്ചമർത്തും വേദന, നമുക്കൊരു വേദനയില്ല. ഇനി ഒരു കുട്ടിയുടെ പല്ലെടുത്ത്, അത് നല്ല വേരുള്ള പല്ല, ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു, അവൻ കരഞ്ഞില്ല. അവൻ പല്ലെടുത്തു, ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ എന്നിട്ട് പുറത്തോട്ട് അസിസ്റ്റന്റ് എന്റെ സാറും പറഞ്ഞു, അത് എടുത്തത് ആ കുട്ടി വിഷമം നിയന്ത്രിച്ചിരുന്നല്ലോ എന്ന്. ഞാൻ എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പയ്യനും അമ്മയുണ്ട്, സത്യം പറഞ്ഞാൽ അതിനായിട്ടാണ് ഞാൻ പോയത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, മോനെ നീ എടുക്കാനായിട്ടോ എന്ന് പറഞ്ഞു. എനിക്കത് പറയാൻ തോന്നി. അപ്പൊ പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അവന് അതത്രയും ആ പെയിന് വേദന ഉണ്ടാവും. ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തു, ശരി ഇഞ്ചക്ഷന്റെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴെങ്കിലും അവനൊന്ന് ഇതാവും, പാനിക്കാവും, ഒന്നും ചെയ്തില്ല. ഞാൻ ആലോചിക്കായിരുന്നു അത്ര ഭാഗ്യവാൻ അവരുടെ അമ്മേനെ, അല്ലെ അവരുടെ അമ്മയും ആ പയ്യനും. ഞാൻ ഡോക്ടറെ അടുക്ക പോയതിന്റെ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. എനിക്ക് ഉണ്ടായ പ്രശ്നം വരുന്നത് ഇപ്പൊ എന്റെ പ്രശ്നം പറഞ്ഞു ചോദിക്കാം. ഇപ്പം മാമിന് ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ പല്ലിലുള്ള ഗ്യാപ്പ് ഉണ്ട് ചെറുതായിട്ട് മാമിന്, അല്ലേ? പല്ലിന് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇനിയിപ്പോ ഈ കുറച്ച് ഏജ് ആയതുകൊണ്ട് നമുക്ക് ഓർത്തോ ചെയ്താലും കുഴപ്പമില്ല. ഓർത്തോ ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ അല്ലാതെ നമുക്ക് പ്രോസ്തെറ്റിക്സ് ഉപയോഗിക്കാം. പ്രോസ്തെറ്റിക്സ് എന്ന് പറയാൻ പാടില്ല, നമുക്ക് കോമ്പോസിറ്റ് അങ്ങനെയുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സെക്കൻഡ് എന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വെനീർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വെനീഴ്സ് അതാണെങ്കിൽ നമ്മളിപ്പോൾ സിനിമാ നടന്മാരും അങ്ങനെയുള്ളവരൊക്കെ
ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ ഈ ഗ്യാപ്പ് പല്ലിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നമ്മൾ കുറെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഗ്യാപ്പ് അധികം പല്ലിന്റെ ഇടയിലും പാടില്ല. പല്ലുകൾ ഞാൻ എപ്പോഴും ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഒരു പല്ല് മറ്റൊരു പല്ല്, അപ്പൊ അവർ തമ്മിലുള്ള ഗ്യാപ്പ് പാടില്ല. അവർ തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കണ്ട. എല്ലാവരും ഒരു സെറ്റായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ ഇരിക്കുന്ന 32 പല്ല്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഗ്യാപ്പ് പാടില്ല. അങ്ങനെ. അപ്പൊ ഇപ്പൊ നിലവിൽ എന്റെ പല്ലിന് അകലം കൂടുന്നു, പ്രായം കൂടുമ്പോൾ അകലം കൂടുന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രായം കൂടുമ്പം അകലം, അത് പല്ലുകൾ എടുക്കുമ്പോൾ അകലം കൂടും. പിന്നെന്ന് വെച്ചാല് പല്ലുകൾ മോണയിറക്കോ കൂടുതലായിട്ടുണ്ടാകുന്നു. മോണയിറങ്ങും നമുക്ക്. അതെന്ന് വെച്ചാല് മോണരോഗം വന്നിട്ടും എല്ലുകൾ താഴ്ന്നിട്ടും എന്ന് വെച്ചാൽ മോണയ്ക്ക് വീക്കം വരും. ആദ്യത്തെ സ്റ്റേജിൽ അങ്ങനെ വരുന്നത്. പിന്നെ അതിനുശേഷം എല്ലിന് ഇൻഫ്ലമേഷൻസ് വരും. ഇൻഫ്ലമേഷൻ അല്ല, എല്ലിനെ ബാധിക്കും. എല്ലിനെ ബാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എല്ലും മോണയും കൂടെ ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ ഈ പല്ല് വിടും. ഇപ്പൊ നമ്മളൊരു ചെടി വളർത്തുന്നു, ചെടിയുടെ ഇവിടുന്ന് അടിയിൽ നിന്ന് മണ്ണ് വിടുന്ന പോലെയാണ് പല്ലിന്റെ അടിയിൽ നിന്ന് എല്ലും മോണയും കൂടെ വിടുന്നത്. അപ്പോൾ ചെടിക്ക് ആട്ടം വെക്കും. അതുപോലെ തന്നെ പല്ലിനും ആട്ടം വെക്കും. എന്റെ പല്ലുകൾക്ക് നേരെ ഇപ്പൊ അങ്ങനെ ആട്ടമില്ല. പക്ഷെ എനിക്കൊരു കുറെ നാളുകൾക്ക്, ഒരു 2 വർഷം മുമ്പ് ചുമ്മാ എനിക്ക് തോന്നി പല്ല് അനങ്ങുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല കേട്ടോ. മുമ്പ് ഞാൻ ഇങ്ങനെ ഇളക്കി നോക്കിയിട്ട് ഇളകുന്നുണ്ട്. അന്ന് എനിക്ക് ഇത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, വേദനയൊന്നും. ഇപ്പൊ ഈ മോണയ്ക്ക് ഒരു നീർക്കെട്ടും, അതിപ്പോ 2 വർഷം മുന്നേ കൂടുതലുണ്ടായിരുന്നു, നല്ല പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് പഴുപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ കൂടുതൽ. ഇപ്പൊ എനിക്ക് അത്രയും തോന്നുന്നില്ല. ഈ ആട്ടം ഇപ്പൊ ഇല്ല. നേരത്തെ ആട്ടം ഉണ്ടായിരുന്നു പല്ലിന്, അത് പിന്നീട് കുറയും. അത് അങ്ങനെയല്ല, അത് പല്ലിന്റെ ആട്ടം വന്നിട്ട് കുറയാന്ന് പറഞ്ഞാൽ പാടാണ്. പിന്നെ അതെന്ന് വെച്ചാല് ചിലപ്പോ അത് അഡാപ്റ്റ് ആവും. എല്ലുകള് പല്ലുകൾ അഡാപ്റ്റ് ആവും. പല്ലിന്റെ അടിയിൽ ബോൺ ഫോർമേഷൻ ഒക്കെ നടക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ അതിന് കൂടുതലായിട്ട് പ്രഷർ വരുമ്പോൾ അത് ബോൺ ഡെപ്പോസിഷൻ ഒക്കെ നടക്കും. ചിലത് അങ്ങനെ ആംഗിലോസിസ്, അങ്ങനെ ടൂത്തിന്റെ അവിടെ ബോൺ ഫോർമേഷൻ ഉണ്ട് ടൂത്തിന്റെ അറ്റത്തായിട്ട്. അപ്പൊ അവിടുത്തെ പെരിഡോണ്ടൽ ലിഗമെന്റ് മാറി എല്ലുമായിട്ട് ഒട്ടിപ്പിടിക്കാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. എന്നുവെച്ചാൽ ഒരു ടൂത്ത് പെരിഡോണ്ടൽ ലിഗമെന്റ് വഴിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മറ്റേ എല്ല് മാക്സിൽ ആൻഡ് മാൻഡിബിൾ എന്നായി ബോണിന്റെ പേര്. ആ ബോണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പല്ല് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പെരിഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയുന്ന ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതിന് പിന്നെ മാറ്റം വന്നിട്ട് ചിലപ്പോൾ ആ ഫൈബേഴ്സ് മാറി ചിലപ്പോൾ എല്ലാവും. അപ്പം അവിടെ കുറച്ചുകൂടെ ഉറയ്ക്കും. പിന്നെ എന്ന് വെച്ചാൽ നല്ല ഫോഴ്സ് ഇല്ലുമ്പോൾ പല്ല് സ്വാഭാവികമായിട്ട് ബോൺ ഡെപ്പോസിഷൻ നടക്കും. അത് ഏജ് ചേഞ്ചസ് ഉണ്ടാകുന്ന ബോൺ ചേഞ്ചസ് ഉണ്ട്. നമ്മളിപ്പോൾ കൂടുതൽ ഇവിടെ നമ്മൾ എപ്പോഴും പ്രഷർ ചെയ്ത് ഇവിടുത്തെ ബോണൊക്കെ ഇത്തിരി രൂപമാറ്റം വരും, സെൽസിന്റെ രൂപമാറ്റം വരും. അപ്പൊ തഴമ്പ് വെക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് തഴമ്പ് എങ്ങനെയാണ് വെക്കുന്നത്? കാലാന്തരത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതിന് രൂപമാറ്റം വരും. അതുപോലെ തന്നെ പല്ലിന്റെ അകത്തിൽ എല്ലിന്റെ അകത്തും നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും, ഡെപ്പോസിഷൻസ് ഉണ്ടാവും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ആവും. അങ്ങനെ ആവുന്നതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അന്നുണ്ടായിരുന്ന ആ ഇൻഫ്ലമേഷനോ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും പിന്നീടുള്ള കാലത്ത്. എന്തായാലും ഇരുട്ടായി അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. എന്റെ ചാനൽ സബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.